ഇന്ന് നമ്മൾ മലയാളത്തിൽ പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് മ എന്ന അക്ഷരം. ഏതാണ് മ എന്ന അക്ഷരം? അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് പഠിച്ചത്? നമുക്ക് നോക്കാം. റ, ര, ന, ത, പ, വ, ല. റ, ര, ന, ത, പ, വ, ല. ഈ പായും വായും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ എന്ന അക്ഷരത്തിന് ചെറിയ റായും വലിയ കാലും. അതേസമയം വ എന്ന അക്ഷരത്തിനോ, നമ്മൾ വ എന്ന് പറയുമ്പോൾ വായ തുറക്കുന്നത് പോലെ വലിയ റ. വ എന്ന് പറയുമ്പോൾ നമ്മൾ വലുതായിട്ട് വായ തുറക്കും. വലിയ റായും ചെറിയ കാലും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് മ എന്ന അക്ഷരം. ഏതാണ് മ എന്ന അക്ഷരം? മ എന്ന അക്ഷരം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഏതക്ഷരമാണ് പഠിച്ചത്? ല എന്ന അക്ഷരമാണ് അല്ലേ? ല കൊണ്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ല വല, ല തല, ല മല, ല ഇല, ല കലം, ല ഓല. അല്ലേ? ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ല വല, തല, മല, ഇല, കലം, ഓല. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്ന അക്ഷരം ഏതാണ്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മ എന്ന അക്ഷരം. ഏതാണ്? മ എന്ന അക്ഷരം. മലയാളത്തിലെ ഒരു അക്ഷരമാണ് മ എന്ന അക്ഷരം. അപ്പം മലയാളം എന്ന് പറയുമ്പോഴും ആദ്യത്തെ അക്ഷരം ഏതാണ്? മ എന്നാണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. ഇതെന്താണ്? ഇതാണ് മയിൽ. നിങ്ങൾ മയിലിനെ കണ്ടിട്ടുണ്ടോ? നല്ല ഭംഗിയാണ് മയിലിനെ കാണാൻ അല്ലേ? ചിലര് നേരിട്ട് കണ്ടിട്ടുണ്ടാവും. കണ്ടോ? നല്ല പീലിയൊക്കെ വിടർത്തി നിൽക്കുന്ന ഒരു സുന്ദര കുട്ടപ്പൻ അല്ലേ? അപ്പോ കാണാത്തവര് നിങ്ങളെ പേരൻസിനോട് പറയണം ഫോണിൽ കാണിച്ചു തരാൻ കേട്ടോ. അപ്പോ മയിൽ എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം ഏതാണ്? മ എന്നാണ് കേട്ടോ. മയിൽ. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. ആദ്യത്തെ അക്ഷരം മ. രണ്ടാമത്തെ അക്ഷരം യ. യ എന്ന അക്ഷരത്തിന് ഒരു ഈ ചിഹ്നം കൊടുത്താൽ മയി എന്ന് വായിക്കും. അടുത്ത അക്ഷരം ഇൽ. ഇപ്പൊ എന്താ വായിക്ക? മയിൽ. മയിൽ. മയിൽ എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം മയിൽ. മയിൽ. എന്താ വായിക്ക? മയിൽ. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. ഇതെന്താണ്? ഇതാണ് മരം. എന്താണ്? മരം. മരം പിന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ചുറ്റുപാട് നിറയെ മരങ്ങളാണ്. അപ്പോൾ മരം എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം എന്തായിരിക്കും? മ. ഇത് നമ്മൾ പഠിച്ച ര എന്ന അക്ഷരം അതിനൊരു എന്ന ചിഹ്നിട്ട് കൊടുത്താൽ മരം എന്ന് വായിക്കും. എന്താണ്? മരം. കണ്ടോ? രം. ഈ ചിഹ്നിട്ട് കൊടുത്തപ്പോൾ രം. മരം. മരം. കണ്ടോ? മരം. എൻ്റെ കൂടെ വായിച്ചേ. മരം. മരം എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം ഏതാണ്? മരം. ഇത് മ എന്ന അക്ഷരം. അടുത്ത അക്ഷരം രം. അപ്പൊ കൂട്ടി വായിക്കുമ്പോ മരം. മരം പിന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവൂലേ? വലിയ മരമുണ്ട്, ചെറിയ മരമുണ്ട് അല്ലേ? മേമിന്റെ കയ്യിലുള്ള ശരിക്കുമുള്ള മരമാണോ? അല്ല, ഒരു ചിത്രമാണ് അല്ലേ? അപ്പോൾ മാ കൊണ്ട് നമ്മൾ മയില് പഠിച്ചു. പിന്നെ ഇപ്പോ പഠിച്ചത് മരം. ഏതാണ്? മരം.
ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താണ്? ആ മേഘത്തിൽ നിന്ന് വർഷിക്കുന്ന മഴയാണിത്. എന്താണ്? മഴ. ഒരു മഴയുടെ ചിത്രമാണ് അല്ലേ? അപ്പോൾ മഴ എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം മ എന്നാണ്, രണ്ടാമത്തെ അക്ഷരം ഴ എന്നാണ്. മഴ. ഇതെന്താ വായിക്ക? മഴ. മഴ. കണ്ടോ, ഇവിടെ ഒരാൾ ചിരിച്ചിരിക്കുന്നു. ഇതാരാണ്? ഇതാണ് മേഘം. ആരാണ്? മേഘം. മേഘം എന്ന് പറയുമ്പോഴും അവിടെ ഒരു മ എന്ന അക്ഷരത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? അപ്പോ മേഘം എന്ന് എഴുതുമ്പോഴും അതിൽ മ എന്ന അക്ഷരമുണ്ട് കേട്ടോ. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താണ്? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ? പക്ഷേ ല എന്ന അക്ഷരം പഠിച്ചപ്പോഴാണ് നമ്മൾ മല പഠിച്ചത് അല്ലേ? മല എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം മ എന്നും രണ്ടാമത്തെ അക്ഷരം ല എന്നുമാണ്. കണ്ടോ? മല. 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 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ല പഠിച്ചപ്പോഴും മല പഠിച്ചു അല്ലേ? ല മല എന്നാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മല പഠിക്കുമ്പോൾ ഏത് അക്ഷരമാണ് പഠിക്കുന്നത്? മല. മല. അപ്പൊ ഞാൻ ഈ ഫോട്ടോ എടുത്താലും നിങ്ങൾ ഇത് വായിക്കില്ലേ? കാരണം ഇന്ന് നമ്മൾ മ എന്ന അക്ഷരവും കഴിഞ്ഞ ക്ലാസ്സിൽ ല എന്ന അക്ഷരവും പഠിച്ചു അല്ലേ? അപ്പൊ ഇതെന്താ വായിക്ക? മല. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താണ്? ഇതാണ് താമര. എന്താണ്? താമര. അപ്പോ താമര എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം മ എന്നാണോ? അല്ല, ആദ്യത്തെ അക്ഷരം നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പഠിച്ച ത എന്ന അക്ഷരം. ഇത് ആ എന്ന ചിഹ്നമാണ് ട്ടോ. അത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്താൽ എന്ത് വായിക്കും? ത എന്ന് വായിക്കും. അടുത്ത അക്ഷരം മ എന്ന അക്ഷരം, നമ്മൾ ഇന്ന് പഠിക്കുന്ന മ എന്ന അക്ഷരം. അടുത്ത അക്ഷരം നമ്മൾ പഠിച്ചതാണ് ര എന്ന അക്ഷരം. താമര. ഇതെന്താ വായിക്ക? താമര. താ നമ്മൾ പഠിച്ചതാണ്. മ എന്ന അക്ഷരം ഇന്ന് പഠിച്ചു. ര എന്ന അക്ഷരവും നമ്മൾ പഠിച്ചതാണ്. താമര. അപ്പൊ ഞാൻ ഈ താമര എടുത്താലും നിങ്ങൾ ഇത് വായിക്കില്ലേ? താമര. എന്താണ്? താമര. അപ്പൊ നമ്മൾ മാ കൊണ്ട് എന്തൊക്കെയാ പഠിച്ചത്? മാ താമര, മാ മരം, മാ മയിൽ, മാ മല, മാ മഴ. ഈ ചിത്രത്തിൽ ചിരിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു മേഘത്തെ കണ്ടോ നിങ്ങള്? അപ്പൊ മേഘം എന്ന് എഴുതുമ്പോഴും അതിലും മ എന്ന അക്ഷരമുണ്ട് അല്ലേ? ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താണ്? ഇതാണ് മാമ്പഴം. മാങ്ങ എന്നും പറയും അല്ലേ? എന്താണ്? മാമ്പഴം. മാമ്പഴം എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം മ. ഇനി മാ എന്നാക്കണമെങ്കിൽ ഈ ചിഹ്നം ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതാണ് ആ ചിഹ്നം. മാ എന്ന അക്ഷരത്തിനിടുമ്പോൾ മാ എന്ന് വായിക്കും. അടുത്ത അക്ഷരമാണ് mb. ഏതാണ്? mb. മാമ്പ. ഴ. മാമ്പഴ എന്നായി. ഇനി ഒരു ചിഹ്നം ഇട്ട് കൊടുത്താൽ മാമ്പഴം എന്ന് വായിക്കും. മാമ്പഴം. കണ്ടോ? മാമ്പഴം. 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 ആദ്യത്തെ അക്ഷരം മ. മാമ്പഴം. എന്താണ്? കണ്ടോ? നല്ല പഴുത്ത മാമ്പഴം. മാമ്പഴം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നല്ല മധുരമായിരിക്കും അല്ലേ? പഴുത്ത മാമ്പഴത്തിന് മാങ്ങ എന്നും പറയും അല്ലേ? മാങ്ങ, മാമ്പഴം എന്നൊക്കെ പറയുമ്പോഴും ആദ്യത്തെ അക്ഷരം എന്താണ്? മ എന്ന അക്ഷരമാണ് ട്ടോ. ഏതാണ്? മ എന്ന അക്ഷരം. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താണ്? ഇതാണ് മഴവില്ല്. മഴവില്ല് എവിടെയാ ഉണ്ടാവുക? ആകാശത്ത് അല്ലേ? 7 നിറങ്ങളുള്ള മഴവില്ല്. മഴവില്ലല്ലേ എത്ര നിറങ്ങളാണ്? 7. കണ്ടോ? മഴവില്ല് എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം മ. മഴവില്ല്. ഇവിടെ കണ്ടോ? വെളുത്ത 2 പഞ്ഞിക്കെട്ട് പോലെ ഒരു സാധനം. ഇതെന്താണ്? ഇതാണ് മേഘം. എന്താണ്? മേഘം. മേമ് നേരത്തെ
മഴ പഠിപ്പിച്ചപ്പോ അതിൽ മേഘത്തെ കാണിച്ചു തന്നില്ലേ? ആ മേഘമാണ് ട്ടോ ഇത്. വെള്ള നിറത്തിലാണ് മേഘമുണ്ടാവുക. മേഘം എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം ഏതാണ്? അറിയോ? മേഘം. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. മേ മേ. അപ്പൊ മാ എന്നൊരു ശബ്ദം കേൾക്കുന്നില്ലേ? മേഘം എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം ഏതാണ്? മ. ഏതാണ്? ഇത് മഴവില്ല്. മേഘം എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരവും മ. മഴവില്ല് എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം മ എന്നാണ് ട്ടോ. മറക്കുമോ? മറക്കരുത്. മാ മഴവില്ല്, മാ മഴവില്ല്, മാ മേഘം ട്ടോ. മാ മഴവില്ല്, മാ മേഘം. മേഘത്തിലും മായുണ്ട്, മഴവില്ലിലും മായുണ്ട്. മാ എന്ന അക്ഷരം കൊണ്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? മാ മരം, മാ താമര, മാ മഴ, മാ മഴവില്ല്. മഴവില്ലിൽ മേഘവുമുണ്ട്, അപ്പോ മേഘത്തിലും മായുണ്ട്. മാ മയിൽ, മാമ്പഴം. എന്താണ്? മാമ്പഴം. ഇത്രയും ചിത്രങ്ങളുടെ പേരുകളാണ് മാ ഉപയോഗിച്ച് നമ്മൾ പഠിച്ചതില്ലേ? ഇതിലൊക്കെ മാ എന്ന അക്ഷരം വരുന്നുണ്ട്. അപ്പോൾ ആര് ചോദിച്ചാലും നിങ്ങൾ പറയില്ലേ? മാ എന്ന അക്ഷരം മരത്തിലുണ്ട്, താമരയിലുണ്ട്, മഴയിലുണ്ട്, മഴവില്ലിലുണ്ട്, മേഘത്തിലുണ്ട്, മയിലിലുണ്ട്, മാങ്ങയിലുണ്ട്, അല്ലെങ്കിൽ മാമ്പഴത്തിലുണ്ട്. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. ഇവിടെ ഞാൻ ഒരുപാട് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മാ എന്ന അക്ഷരം കണ്ടെത്തണം. ഓക്കെ, നിങ്ങൾ റെഡിയല്ലേ? ഇത് മാ എന്ന അക്ഷരമാണോ? അതെ, ഇത് നമ്മൾ ഇന്ന് പഠിച്ച മാ എന്ന അക്ഷരമാണ്. അതിവിടെ നിൽക്കട്ടെ. ഇത് മാ എന്ന അക്ഷരമാണോ? അല്ലേ അല്ല, ഇത് ഡ എന്ന അക്ഷരമാണ്. ഇത് നമ്മൾ പഠിക്കൂട്ടോ. ഇത് മാ എന്ന അക്ഷരമാണോ? അല്ല, ഇത് യ എന്ന അക്ഷരമാണ്. ഇത് നമ്മൾ മയിലൊക്കെ പഠിച്ചപ്പോ അതിലുണ്ടായിരുന്നു അല്ലേ? ഇത് മാ എന്ന അക്ഷരമാണോ? അതെ, ഇത് മാ എന്ന അക്ഷരമാണ് അല്ലേ? അത് നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഇനി ഇത് മാ എന്ന അക്ഷരമാണോ? ഒരിക്കലുമല്ല, ഇത് നമ്മൾ പഠിച്ച പ എന്ന അക്ഷരമാണ്. ഇത് മാ എന്ന അക്ഷരമാണോ? അതെ, ഇത് നമ്മൾ പഠിച്ച മാ എന്ന അക്ഷരമാണ്. ഇത് മാ എന്ന അക്ഷരമാണോ? അതെ, ഇതും മാ എന്ന അക്ഷരമാണ് അല്ലേ? അപ്പൊ അതും നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഇത് മാ എന്ന അക്ഷരമാണോ? അല്ലേ അല്ല, ഇത് ത എന്ന അക്ഷരമാണ് അല്ലേ? ഇത് മാ എന്ന അക്ഷരമാണോ? അതെ, ഇതും മാ എന്ന അക്ഷരമാണ്. ഇത് മാ എന്ന അക്ഷരമാണോ? ഒരിക്കലുമല്ല, ഇത് നമ്മൾ പഠിച്ച ല എന്ന അക്ഷരമാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ എത്ര മാ എന്ന അക്ഷരമുണ്ട്? 1 2 3 4 5. 5 മാ എന്ന അക്ഷരമുണ്ട്. കണ്ടോ? 5 മാ എന്ന അക്ഷരം. ഇനി മാ എന്ന അക്ഷരം എങ്ങനെ എഴുതുന്നത് എന്ന് നോക്കിയാലോ? ആദ്യം താഴെ നിന്ന് മുകളിലോട്ട് പോയി ചരിച്ചു കൊണ്ടുവരിക. നമ്മൾ റാ എന്ന അക്ഷരം എഴുതിയില്ലേ? റാ പകുതി എഴുതുക, എന്നിട്ട് ഇങ്ങോട്ട് മുട്ടിക്കുക, എന്നിട്ട് നേരെ അങ്ങോട്ട് പോയി മുകളിലോട്ട് പോയാൽ മാ എന്ന അക്ഷരമായി. എങ്ങനെയാണ്? റാ എന്ന അക്ഷരം പകുതി എഴുതുക, എന്നിട്ട് താഴോട്ട് ചരിച്ച് കൊണ്ടുവരിക, എന്നിട്ട് അങ്ങോട്ടൊരു ലൈന് വരച്ച് മുകളിലോട്ട് വരച്ചാൽ മാ എന്ന അക്ഷരമായി. എങ്ങനെയാണ്? താഴെ നിന്ന് മുകളിലോട്ട് പോയി റാ പകുതി എഴുതുക, എന്നിട്ട് താഴോട്ട് വരിക, ചരിച്ച് വരണം കേട്ടോ. എന്നിട്ട് അങ്ങോട്ടൊരു ലൈൻ ഇടുക, മുകളിലോട്ട് വരയ്ക്കുക. എങ്ങനെയാണ്? താഴെ നിന്ന് മുകളിലോട്ട് പോയി
കുറച്ച് ചരിച്ചു വരയ്ക്കുക. റ എഴുതിയത് കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ റ പകുതി എഴുതുക. എന്നിട്ട് ചരിച്ച് നമ്മൾ തുടങ്ങിയ ഭാഗത്തോട്ട് വന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടൊരു വര വരയ്ക്കുക. മുകളിലോട്ട് വരച്ചാൽ മാ എന്ന അക്ഷരമായി. താഴെ നിന്ന് മുകളിലോട്ട് പോയി ചരിച്ച് താഴോട്ട് വന്ന് വീണ്ടും അങ്ങോട്ട് പോയി മുകളിലോട്ട് പോയാൽ മാ എന്ന അക്ഷരമായി. അപ്പോൾ മാ എഴുതാൻ എല്ലാവരും പഠിച്ചില്ലേ? ഇനി അടുത്ത ക്ലാസ്സിൽ വേറൊരു ലെറ്ററുമായിട്ട് വരാം. അതുവരെ ടാറ്റാ.